അടുത്ത് കേട്ടെന്താ, ഒരാൾ ഗൾഫിൽ നിന്ന് വന്ന് ഇവിടെ നല്ല വീടൊക്കെ ഉണ്ടാക്കി, അയാൾക്ക് 4-5 മക്കളുണ്ട്. അങ്ങനെ ഇവിടെ അത്യാവശ്യം ജീവിക്കാനുള്ള ചില സെറ്റപ്പ് ഒക്കെ ഉണ്ട്. പക്ഷേ കുറച്ചു കാലം വേണം ഇവിടെ നിൽക്കേണ്ടി വന്നപ്പോൾ ഗൾഫിലെ ജോലി പോയി. ഗൾഫിൽ ജോലി പോയപ്പോൾ ഈ പെണ്ണ് പറഞ്ഞു ഞാൻ പോവാണ്. ഈ പെണ്ണ് പറഞ്ഞു ഞാൻ പോവുകയാണ്. സുബ്ഹാനല്ലാഹ്, ആ പെണ്ണ് ഗൾഫ് കണ്ടിട്ടാണോ ഈ ചെറുപ്പക്കാരനെ സ്വീകരിച്ചത്? സഹോദരങ്ങളെ, ഗൾഫിലെ ജോലി പോയപ്പോൾ പെണ്ണ് പോയി. പെണ്ണ് പറഞ്ഞു ഇനി നിങ്ങളോടൊപ്പം ഞാൻ ജീവിക്കണില്ല, നിങ്ങൾക്ക് ഞാൻ ഖുൽഉ തരാം. നിങ്ങൾ ഉദ്ദേശിക്കുന്ന സംഖ്യ അത്രയും തന്നിട്ട് നിങ്ങളെ ഞാൻ ഒഴിവാക്കാൻ പോകാണ്, നിങ്ങളത് സ്വീകരിച്ചാൽ മതി. പെണ്ണിന്റെ ഭാഗത്ത് നിന്ന് ആണുങ്ങൾ ഒഴിവാക്കാനുള്ള ഒരു മാർഗ്ഗം ഖുൽഉ. ഞാൻ പറഞ്ഞു തൊലാക്കലിന്റെ ഒരു സംഗതി എനിക്കുണ്ടായില്ല, ഞാനൊരു തൊലാക്കലാണ്. പലരും പറഞ്ഞു ആ പോയ പെണ്ണ് തൊലാക്കില്ലേ? ഞാൻ തൊലാക്കല്ല, എന്റെ ഭാഗത്തുനിന്ന് സംഗതി ഒന്നും ഉണ്ടായിട്ടില്ല. അവൾ എനിക്ക് ഇഷ്ടപ്പെടാതായിട്ടില്ല, അവൾക്ക് സൗകര്യം കുറഞ്ഞ ഇതിന്റെ പേരിൽ അവളായിട്ട് ഒഴിവാക്കണമെങ്കിൽ പോയിക്കോട്ടെ എന്ന് പറഞ്ഞു. ആ പെണ്ണ് അത് സ്വീകരിച്ചു. നിങ്ങൾ ആലോചിച്ചു. ഇപ്പൊ ഞാൻ അങ്ങനെ ആലോചിച്ചത്, സാമ്പത്തിക സ്രോതസ്സുകളും കുടുംബക്കാരും അയൽക്കാരും ഒക്കെ കൂടുവിട്ട് പോയിട്ട് ഒറ്റക്ക് തന്റെ ഭർത്താവിന്റെ കൂടെ നിന്ന് റഹ്മത്ത് ബീവി റളിയല്ലാഹു അൻഹാ, എന്റെ പെങ്ങന്മാരെ, ഉമ്മമാരെ, അവരെ പോലെ നിങ്ങൾ ജീവിക്കണം സ്നേഹത്തോടെ. ആ സ്നേഹത്തിന് അല്ലാഹു തആല അവർക്ക് പകരം സമ്മാനം കൊടുത്തു. റഹ്മത്ത് ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഭർത്താവേ, എത്ര കഷ്ടപ്പാട് നിങ്ങൾ സഹിച്ചാലും അല്ലാഹു തആലാന്റെ പേരിൽ നിങ്ങൾ സഹിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. എന്നാലും ഒരു ചെറിയ ചോദ്യമെങ്കിലും ചോദിച്ചൂടെ? അപ്പോഴാണ് അയ്യൂബ് നബി അലൈഹിസ്സലാം പറഞ്ഞത്, റബ്ബി അന്നീ മസ്സനിയല്ലുറു വഅൻത അർഹമുർ റാഹിമീൻ. റബ്ബേ, ഒരു ചെറിയ വിഷമം എന്നെ സ്പർശിച്ചിട്ടുണ്ട്, നീ അർഹമുർ റാഹിമീനാണല്ലോ, കരുണാവാരിധിയാണല്ലോ. അല്ലാഹു തആല ഉടനെ തന്നെ ഉത്തരം ചെയ്തു. സഹോദരങ്ങളെ, ഒരു സെക്കൻഡ് താമസിച്ചിട്ടില്ല, ഉടനെ ഉത്തരം ചെയ്തിട്ട് അയ്യൂബ് നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു, അയ്യൂബ് നബിയെ, നിങ്ങളെ കാലുകൊണ്ട് നിങ്ങളൊന്ന് നിലത്ത് ചവിട്ടണം. ചവിട്ടുമ്പോൾ അവിടെ നിന്ന് നല്ല ഉറവ പൊട്ടി ഒഴുകി വരും. ആ പൊട്ടി ഒഴുകി വരുന്ന ഉറവയിൽ നിന്ന് വെള്ളമെടുത്ത് നിങ്ങൾ ശരീരത്തിൽ ഒഴിക്കണം. നിങ്ങളെ നല്ല സെറ്റപ്പുള്ള ബോഡി നിങ്ങൾക്ക് ഞാൻ തിരിച്ചു തരും. എന്റെ മാർഗത്തിൽ നിങ്ങൾ സ്വബർ ചെയ്തല്ലോ, ഒരു പരാതിയും പറഞ്ഞില്ലല്ലോ, സ്വന്തമായി നിങ്ങൾ ചോദിച്ചതല്ല, ഭാര്യ ആവശ്യപ്പെട്ടപ്പോ ഭാര്യയ്ക്ക് വേണ്ടി ഒരു ചോദ്യം ചോദിച്ചതല്ലേ, എത്ര കാലം നിങ്ങൾ ക്ഷമിക്കാനും ഒരുക്കമാണല്ലോ. അങ്ങനെ അതാ കാലുകൊണ്ടൊരു ചവിട്ടിയപ്പോ നല്ല തെളിനീരിങ്ങനെ ഒഴുകി വന്നപ്പോ അതിൽ നിന്ന് മുക്കി ശരീരത്തിൽ ഒഴുക്കിയപ്പോ നല്ല ഭംഗിയുള്ള ശരീരം വന്നു. ഒരു കല പോലും കാണാനില്ല, ഒരു ക്ഷീണം പോലും പറ്റിയത് അറിയാനില്ല. കുടുംബക്കാരെയും അയൽക്കാരെയും സമ്പത്തും നമ്മൾ അയ്യൂബ് നബി അലൈഹിസ്സലാമിന് ഓശാരമായി കൊടുത്തു. എന്തിന്? ബുദ്ധിയുള്ള മനുഷ്യന്മാർ ചിന്തിക്കാൻ വേണ്ടി. അള്ളാഹുവിന്റെ മാർഗത്തിൽ പരീക്ഷണം വരുമ്പോ ഒരു പരാതിയും പെടാതെ അള്ളാഹുവിലേക്ക് സ്വബർ ചെയ്യുക, പടച്ച റബ്ബിലേക്ക് ചോദിക്കുക, മറ്റൊരാളോട് ശിക്കായത്ത് പറയാതെ അള്ളാഹ് എന്നെ കുടുക്കി കളഞ്ഞു, അള്ളാഹു എന്നെ ചതിച്ചു കളഞ്ഞു, ഞാൻ പടച്ചവനോട് എന്ത് തെറ്റാ ചെയ്തത്, എന്നെ മാത്രം എന്തിനാ അങ്ങനെ